പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. വീട്ടിലെ പ്രസവങ്ങൾ പെരുകുന്നത് ഈ ഇഗ്നോറൻസ് കൊണ്ടാണ്. വീട്ടിലെ പ്രസവം ഒരിക്കലും ഈ 21 സെഞ്ച്വറിയിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ അക്യുപഞ്ചറർ എവിടുന്നാണ് ഇത് പഠിച്ചിരിക്കുന്നത് ഡെലിവറി എടുക്കാൻ? അതേമാതിരി യുനാനിക്കാരും പറയുന്നുണ്ടെന്ന് പറയുന്നു. യുനാനിക്കാർക്ക് എവിടുന്നാണ് ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത്? ഡെലിവറിയുടെ ABCD അറിയാത്തതുകൊണ്ട് അവർ ഇതിൻ്റെ കോൺസിക്വൻസസോ ഇതിൻ്റെ ട്രാജഡികൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ആ വിവരക്കേടുകൊണ്ട് അവരെടുക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഗവൺമെൻറ് സെൻട്രൽ മിനിസ്ട്രീൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, JSSK എന്ന് പറയും. ബേബിക്കും മദറിനും ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റാണ്. അവിടെ ഈവൻ സിസേറിയൻ നടക്കുകയാണെങ്കിൽ അതിന് വരെ ഫ്രീ ആണ്. അത് ഈ പബ്ലിക്കിന് പല ആൾക്കും അറിയില്ല. ഈ പ്രഗ്നൻസി കഴിഞ്ഞ് പ്രസവിക്കുമ്പോൾ വീട്ടിൽ വെച്ചാണെങ്കിൽ ഒന്നുകിൽ അമിത രക്തസ്രാവം ഉണ്ടാവാം. അത് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ ഈ സാധാരണക്കാരന് കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ തന്നെ ചെന്നാൽ തന്നെ എന്തൊക്കെ കോംപ്ലിക്കേഷൻ നടക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി വീട്ടിൽ ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യാൻ പാടുണ്ടോ? അത് ഓരോ മതത്തിനെ പറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല. അതെല്ലാ മതക്കാരും ഇനി ചിന്തിക്കണം, ഇതിങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമസ്കാരം. വീട്ടിലെ പ്രസവവും അതുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് കഴിഞ്ഞ 40 വർഷക്കാലമായി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സഹദേവൻ. ഉദ്ദേശം 23 വർഷക്കാലത്തോളം ഇദ്ദേഹം ഹെൽത്ത് സർവീസിലും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളും അക്യുപങ്ക്ചർ ചികിത്സകർ ഇതിനെ അന്ധമായി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാരണവും എന്തെന്ന് അദ്ദേഹം നമ്മളോട് വിശദമാക്കും. സാർ, ഇപ്പോൾ വീട്ടിലെ പ്രസവങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അല്ലെ? എന്തായിരിക്കും ഈ വീട്ടിലെ പ്രസവങ്ങൾ ഇത്രയധികം പെരുകുന്നതിനുള്ളൊരു കാരണം? വീട്ടിലെ പ്രസവങ്ങൾ പെരുകുന്നത് ഇഗ്നോറൻസ് കൊണ്ടാണ്. ഇതിൻ്റെ പ്രയാസങ്ങൾ എന്താണ്, ഇതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ എന്താണ്, ഒന്നും ആർക്കും യഥാർത്ഥത്തിൽ അറിയില്ല. ഒരു നോർമൽ ഡെലിവറി ഹോസ്പിറ്റലിൽ നടത്തിയാൽ തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് ഹോസ്പിറ്റലൊക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് നമ്മൾ വീട്ടിലെ പ്രസവം ഒരിക്കലും ഈ 21 സെഞ്ച്വറിയിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇത് നമ്മൾ ഒരു 10 കൊല്ലം ബാക്കോട്ട് പോയ മാതിരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ കാലഘട്ടത്തിൽ വയനാട് പോലുള്ള റിമോട്ട് ഏരിയകളിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ അനുഭവിച്ചും അവിടെ വർക്ക് ചെയ്തൊരു ഡോക്ടറാണ് ഞാൻ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്തൊരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. സാറേ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വലിയ വാർത്ത ഉണ്ടായെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ പ്രസവങ്ങൾ തടയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അക്യുപങ്ക്ചർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി അല്ലെ? അപ്പൊ ഇവരിതിങ്ങനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ സമീപനമാണോ? അത് ശരിയായ സമീപനമല്ല. കാരണം ഈ അക്യുപഞ്ചറർ എവിടുന്നാണ് ഇത് പഠിച്ചിരിക്കുന്നത് ഡെലിവറി എടുക്കാൻ? ഏത് ഹോസ്പിറ്റലാണ് ഡെലിവറി എടുക്കുന്നത് അവർക്കുള്ളത്? അതേമാതിരി യുനാനിക്കാരും പറയുന്നുണ്ടെന്ന് പറയുന്നു. യുനാനിക്കാർക്ക് എവിടുന്നാണ് ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത്? അവരെവിടുന്നാണ് ഇത് പഠിച്ചിരിക്കുന്നത്? അവർക്കൊന്നും ഹോസ്പിറ്റലില്ല. ഈ ഡെലിവറി എടുക്കുന്ന ഒരു ഹോസ്പിറ്റലില്ല. അതുകൊണ്ട് തന്നെ ഡെലിവറിയുടെ ABCD അറിയാത്തതുകൊണ്ട് അവർ ഇതിൻ്റെ കോൺസിക്വൻസസോ ഇതിൻ്റെ ട്രാജഡികൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ആ വിവരക്കേടുകൊണ്ട് അവരെടുക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൂടാതെ ചില മതാനിഷ്ഠമായ സംഗതികളും ഇതിൽ വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. അത് യൂഷ്വലി എല്ലാ മാധ്യമങ്ങളിലും വരുന്നുണ്ട്. ആരാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ, ആരാണ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നെല്ലാം ഇതിൽ വരുന്നുണ്ട്. അത് ഓരോ മതത്തിനെ പറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല. അതെല്ലാ മതക്കാരും ഇനി ചിന്തിക്കണം, ഇതിങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അവർക്കുണ്ടാകുന്ന ഒരു കുട്ടീനെ കിട്ടാതെയാവുകയാണ്, അവരൊരു മദറോ അല്ലെങ്കിൽ കുട്ടിയോ മരിക്കാൻ പോവുകയാണ് ഇനി ഇവരെ ചെന്നാലെന്നുള്ളത് അവർ മനസ്സിലാക്കണം. പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഒരു 39 to 40 വീക്സ് കൊണ്ട് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഒരു ബേബീനെ പുറത്ത് വരുന്ന ഒരു സംഗതിയാണ് പ്രസവം. അതിന് പല സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഗർഭപാത്രത്തിൻ്റെ വികസനവും, സെക്കൻഡ് സ്റ്റേജിൽ കുട്ടീനെ ഔട്ടിലേക്ക് ചെയ്യുന്ന പുഷിങ് ഔട്ടാണ്. മൂന്നാമത്തെ സ്റ്റേജിൽ അതിൻ്റെ പ്ലാസൻ്റ ഡെലിവറിയും ചെയ്യുന്ന സമയമാണ്. ഈ 3 സ്റ്റേജും നോർമൽ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അക്യുപങ്ക്ചർ അതേമാതിരി മറ്റുള്ള മെഡിസിൻ സാധാരണക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഹൈലി കോംപ്ലിക്കേറ്റഡ് കേസുകളാണ് ഇതിൽ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പ്രസവം നടക്കണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാകുമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും പോകില്ല, മറ്റുള്ള ഹോസ്പിറ്റലിലും പോകില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പോൾ തോന്നിയമായിട്ടുള്ള ബില്ലുകളാണ്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ആരും പോകില്ല.
ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് സൗകര്യം ഉണ്ടോയെന്നൊന്നും അറിയാത്തതുകൊണ്ട് ആരും പോകില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വളരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനോട് പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന നേരം തന്നെ അവിടെ ഒന്ന് എത്തിയാൽ മതി, ഈ പ്രസവിക്കാൻ വേണ്ടി ആ ലേഡി അവിടെ എത്തിയാൽ മതി. ബാക്കി ഗവൺമെൻറ് സെൻട്രൽ മിനിസ്ട്രീൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, JSSK എന്ന് പറയും, ജനനി ശിശു സുരക്ഷാ കാര്യക്രം. ഇതനുസരിച്ച് ഫ്രീ ട്രീറ്റ്മെൻറ്റ് എല്ലാം കുട്ടിക്കും ബേബിക്കും മദറിനും ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റാണ്. അവിടെ ഈവൻ സിസേറിയൻ നടക്കുകയാണെങ്കിൽ അതിന് വരെ ഫ്രീ ആണ്. അത് ഈ പബ്ലിക്കിന് പല ആൾക്കും അറിയില്ല. അവിടെ ഒന്ന് ചെന്ന് കിട്ടിയാൽ അവിടെ സ്കാൻ എടുക്കണമെങ്കിലോ ബ്ലഡ് നോക്കണമെങ്കിലോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെങ്കിലോ ഇതിനെല്ലാം സൗകര്യമുണ്ട്. നോർമൽ ഡെലിവറി ആണെന്ന് നടന്നു വെച്ചാൽ 3 ദിവസം വരെ ഫുഡ് വരെ അവിടുന്ന് കിട്ടും. സിസേറിനാന്ന് നടന്നു വെച്ചാൽ 7 ദിവസം വരെയുള്ള ഫുഡ് കിട്ടും. എല്ലാ ഇതും ആ ഹോസ്പിറ്റലിലെ ആൾക്കാർ നോക്കിക്കോളും. പിന്നെ അതിനുശേഷം അവരെ ടാക്സി പിടിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കുക. അവരെത്ര ദൂരെയാണെങ്കിലും ഒരു പൈസയും ചിലവില്ലാതെ അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇത് പബ്ലിക് ഒരു അവയർനെസ് വേണം. പബ്ലിക്കിന് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലാ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഡെലിവറി നടക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ JSSK ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. 2011 സെൻട്രൽ മിനിസ്ട്രി ഇംപ്ലിമെൻ്റ് ചെയ്തൊരു സംഗതിയാണ്. ഒരു JSY എന്ന് പറഞ്ഞ ഒരു ഇതുകൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ ജനനി സുരക്ഷാ യോജന. ഇതിൽ ഓരോ സ്റ്റേറ്റ് വൈസ് കൊടുക്കുന്നതാണ്. അതിൽ സെൻട്രൽ മിനിസ്ട്രീനെയാണ് കൊടുക്കുന്നത്, പക്ഷേ സ്റ്റേറ്റിന് ഓരോ സ്റ്റേറ്റിനനുസരിച്ചും ക്യാഷ് കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യത്തിന് വേണ്ട ക്യാഷ് അത് ഓരോ സ്റ്റേറ്റിനും ഡിപ്പെൻഡ്സ് ചെയ്ത് വേരി ചെയ്യും. നമ്മുടെ കേരളത്തിൽ JSY പഞ്ചായത്ത് തലത്തിൽ 700 രൂപയും മറ്റേ നമ്മുടെ താലൂക്ക് തലത്തിൽ ഒരു 400 രൂപയാണെന്ന് തോന്നുന്നു, അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയും മറ്റുള്ള പബ്ലിക്കിനൊന്നും അവയർനെസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ 3 സ്കാനെങ്കിലും മിനിമം എടുക്കണം. അതിൽ ഒന്ന് 6 വീക്കിലുള്ള സ്കാനാണ്. അത് കുട്ടിയുടെ ഹാർട്ട് ഫോം ചെയ്തോ ഹാർട്ട് ബീറ്റ് ഉണ്ടോ അതെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ സ്കാൻ 12th വീക്കിൽ NT സ്കാൻ എന്ന് പറയും, ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് പറയും അതിന്. അതിൽ 12th വീക്കിൽ ഈ കുട്ടീനെ പറ്റി അതിലും കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ക്രോമസോമൽ അബറേഷൻസോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അത്. അതിനുശേഷം 18th വീക്കിൽ എടുക്കുന്നത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, ലിംസിന് തകരാറുണ്ടോ, അതേമാതിരി ഹാർട്ടിന് തകരാറുണ്ടോ, അങ്ങനെയുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ സ്കാൻ. അതിനുശേഷം വീണ്ടും ഗ്രോത്തിനനുസരിച്ച് ഒരു സ്കാൻ കൂടി വേണമെങ്കിൽ എടുക്കാം. ഈ പ്രഗ്നൻസി കഴിഞ്ഞ് പ്രസവിക്കുമ്പോൾ വീട്ടിൽ വെച്ചാണെങ്കിൽ ഒന്നുകിൽ അമിത രക്തസ്രാവം ഉണ്ടാവാം. അത് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ ഈ സാധാരണക്കാരന് കഴിഞ്ഞില്ല എന്ന് വരും. പിന്നെ ഇൻഫെക്ഷൻ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയ നല്ല പ്രസവിക്കുന്ന വെച്ചാൽ ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്. പിന്നെ ഒബ്സ്ട്രക്റ്റഡ് ലേബർ എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന കുട്ടി കറക്റ്റായിട്ട് ഇറങ്ങിപ്പോരോ എന്നുള്ളത് പറയാൻ ഇവർക്ക് പറ്റൂല. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മദറിനും കുട്ടിക്കും പ്രയാസമാണ്. കുട്ടി അസ്ഫിക്സിയ എന്ന് പറയും, ശ്വാസം മുട്ടൽ കുട്ടിക്ക് ഉണ്ടാവും. പിന്നെ അതിനുശേഷം പുറത്തേക്ക് എടുക്കുന്നേരം തന്നെ 2 തരത്തിലാണ് വരാം. ഹെഡാണ് വരുന്നതെന്ന് വെച്ചാൽ അത് ചിലപ്പം വരാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മളത് ഫോഴ്സപ്സും വാക്വം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ വലിച്ചെടുക്കുന്നത്. ഇതിൽ ഫോഴ്സപ്സ് ഉപയോഗിക്കാൻ കറക്റ്റ് അറിയുന്ന ഒരു ഡോക്ടർ തന്നെ ചെയ്താൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ വാക്വം ഇടുന്നു. വാക്വം ഇടണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം. അത്രയും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ചെയ്യുമ്പോൾ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അത് ലോക്കലായിട്ട് ഒരു വീട്ടിൽ പോയി പ്രസവിച്ചാൽ ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എടുക്കുന്നതിനുള്ള ഇഞ്ചുറീസ് മദറിൻ്റെ പെരിനിയൽ പാർട്ടിന്, കാരണം ഈ വജൈനിൻ്റെ ഭാഗത്തും അവിടെയെല്ലാം ഇഞ്ചുറീസ് സംഭവിക്കും. തല അങ്ങോട്ട് പോരുന്നില്ലെങ്കിൽ എപ്പിസോട്ടമി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഏരിയയിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ സമയത്തുനിന്ന് കുട്ടി പുറത്തേക്ക് വരില്ല. കുട്ടിക്ക് അസ്ഫിക്സി അടിച്ച് കുട്ടി ഡെത്താനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇനി കുട്ടി പുറത്ത് വന്നാൽ തന്നെ പ്ലാസൻ്റ് അതിൻ്റെ കൂടെ പോന്നിട്ടില്ലെങ്കിൽ, പ്ലാസൻ്റ് അവിടെ കിടന്നാൽ വളരെയധികം ബ്ലീഡിങ് ഭാവിയിലല്ല നിയർ ബൈ തന്നെ വിത്തിൻ അവേഴ്സ് തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മദറിന് ഇത്രയും പ്രയാസമുണ്ട്. തുന്നി ചേർക്കാനുള്ള എന്തൊക്കെ സമയത്തിന് തുന്നിയിട്ടില്ലെങ്കിലൊക്കെ പ്രയാസവും. പിന്നെ ബേബീനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ബേബി ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ നിന്ന് മദറിൻ്റെ ബ്ലഡും അതേമാതിരി ഓക്സിജനും ഒക്കെ കിട്ടിക്കൊണ്ട് അംബലിക്കൽ കോഡ് കൂടി പ്ലാസൻ്റെ വഴി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് പെട്ടെന്ന് കുട്ടി പുറത്തേക്ക് ചാടുകയാണ്. പുറത്തേക്ക് വരുമ്പം ഓക്സിജനൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ കുട്ടീൻ്റെ ലങ്സിനുണ്ടോ, ലങ്സ് മെച്യൂരിറ്റി ഉണ്ടോ, ഇതൊന്നും സാധാരണ ഒരു ഹോം ഡെലിവറിയിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. കുട്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ടൈമിൽ റിസസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റിൽ ഓക്സിജൻ എടുത്തിട്ടില്ലെങ്കിലും ബർത്ത് എടുത്തില്ലെങ്കിലും റിസസിറ്റേഷൻ കറക്റ്റ് നടന്നിട്ടില്ലെങ്കിൽ
ആ കുട്ടി മാക്സിമം ഡെത്താവും, അല്ലെങ്കിൽ അസ്ഫിക്സി അടിച്ചിട്ട് അതിൻ്റെ ബ്രെയിൻ ഡാമേജ് ആവും. ഇത് രണ്ടും വീട്ടിൽ നടന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഒരു സൊസൈറ്റി, കേരളത്തിലെ ആളുകൾ വളരെയധികം ലിറ്ററസി ഉണ്ട്, സാക്ഷരതയുണ്ട് എന്ന് പറയുകയും അതേസമയം ഇത്തരത്തിലുള്ള ഈ വ്യാജന്മാരെ ആശ്രയിക്കുകയും ഈ പറയുന്ന പോലെ ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ അവലംബിക്കാതെ ഇത്തരത്തിലുള്ള മറ്റ് ചികിത്സാ രീതികൾ തേടി പോവുകയും ചെയ്യുന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അത് ഇവർക്ക് കറക്റ്റ് അവയർനെസ് കൊടുക്കാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. വീടുകളിൽ പ്രസവിക്കാൻ ആരും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഈ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് പാവപ്പെട്ടവർ മാത്രമാണ്, വിദ്യാഭ്യാസമുള്ളവരാരും വീട്ടിൽ പ്രസവിക്കാൻ നിൽക്കില്ല. ഇതിൻ്റെ കോംപ്ലിക്കേഷനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഈവൻ ഹോസ്പിറ്റലിൽ തന്നെ ചെന്നാൽ തന്നെ എന്തൊക്കെ കോംപ്ലിക്കേഷൻ നടക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി വീട്ടിൽ ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യാൻ പാടുണ്ടോ? അത് പാടില്ല ഒരിക്കലും. അത് നമ്മൾ ഗവൺമെൻറ് എത്രയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടും നമ്മളത് നോക്കാതെ വ്യാജന്മാരുടെ അടുത്ത് പോകേണ്ട ആവശ്യം എന്താണ്? ഈ വ്യാജന്മാരെ ശരിക്ക് നമ്മൾ സ്ക്രീൻ ചെയ്ത് വ്യാജന്മാരെ പിടിച്ചെടുത്തിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് ഓരോ DMO ലെവലിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളത് കണ്ടുപിടിക്കണം. എന്നിട്ട് ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ജനങ്ങളെ രക്ഷപ്പെടുത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ JSIയും JSSKയും ഇതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി നടത്തണമെന്നും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്നും, അതുകൊണ്ട് തന്നെ ഈ പൈസ ഒന്നും ഒരു പ്രശ്നമല്ലാത്ത ഒരു ഇത് കൊണ്ട് ഗവൺമെൻറ് സപ്ലൈ കൊടുക്കുകയാണ്. എല്ലാ ക്യാഷും കൊടുക്കുന്നു, എല്ലാ സർവീസും കൊടുക്കുന്നു. അതുപോലെ മറ്റേണൽ ഡെത്തും ഫീറ്റൽ ഡെത്തും നിയോനറ്റൽ ഡെത്തും എല്ലാം കുറയ്ക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ JSSKയും JSYയും ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരിലൊരു വലിയ വിഭാഗം ആളുകൾ ഈ അക്യുപങ്ക്ചർ ചികിത്സകരാണ്. ഈ അക്യുപങ്ക്ചർ ചികിത്സകർക്ക് യഥാർത്ഥത്തിൽ പ്രസവം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിജ്ഞാനം ഉണ്ടാവും? അക്യുപങ്ക്ചറിൽ ഓരോ പോയിന്റിൽ എന്താ ഞരമ്പിനെ ഞെക്കി പിടിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രസവം എടുക്കാനോ പ്രസവിപ്പിക്കാനോ അവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പോയിന്റിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ പ്രസവം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്യുപങ്ക്ചറുകാർ ഇവരൊക്കെ ഇതിനെപ്പറ്റി ഇപ്പോഴത്തെ പ്രയാസങ്ങൾ ഒരു ഡോക്ടർക്ക് എല്ലാം അറിയാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് അറിയാത്ത വ്യാജന്മാർ അവരതിനെപ്പറ്റി ബോധേഡല്ല. എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസസ് വരുന്നത് അവർ ബോധേഡല്ല. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ പറയുന്നത്. ഇത് കേട്ട് പോണ സാധാരണക്കാരൻ പാവപ്പെട്ടവരാണ് ഇതിലൊക്കെ ചെന്ന് ചാടുന്നത്. ക്യാഷ് ഉള്ളവരും പൈസക്കാരും ഇതിലെത്തൂല. പാവപ്പെട്ടവരെ അവർ തെറ്റിദ്ധരിപ്പിച്ചിങ്ങാണ്ട് ചെയ്യുന്ന ഒരു പണിയാണിത്. ഇപ്പം നിലവിൽ പലരും സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഞങ്ങൾ വീട്ടിൽ വെച്ച് പ്രസവിച്ചു, ഒരു കുഴപ്പവും ഉണ്ടായില്ല, ഹോസ്പിറ്റലാണെങ്കിൽ ബുദ്ധിമുട്ടാവുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നവർക്ക് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? വീട്ടിൽ വെച്ച് പ്രസവിച്ചാൽ ബുദ്ധിമുട്ടില്ലാത്തപ്പോൾ പ്രൈമി ആണെങ്കിൽ ഫസ്റ്റിലെ പ്രസവമൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. മൾട്ടി ആണെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവമൊക്കെ ആണെങ്കിൽ ചിലപ്പം അങ്ങനെ നടന്നെന്ന് വരും. പക്ഷേ ഭാവിയിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവർ യൂറിനറി ഇൻകോണ്ടിനൻസ് അതൊക്കെ വരും. യൂറിൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിഞ്ഞുകൊണ്ടിരിക്കുക, അത് ഗർഭപാത്രത്തിൽ പ്രയാസങ്ങൾ, ഇൻഫെക്ഷൻ, ഇതെല്ലാം തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഇതിലുണ്ട്. സാറേ, ഈ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നവർ അതിനൊരു അവരുടെ വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നൊരു കാരണം, പണ്ട് കാലങ്ങളിൽ ആശുപത്രിയിലല്ലോ ആളുകൾ വീടുകളിലായിരുന്നല്ലോ പ്രസവിച്ചത്, അപ്പൊ പിന്നെ എന്തിനാണ് ഇപ്പം നമ്മൾ ആശുപത്രി ആശ്രയിക്കുന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇതിന് ഉള്ള സാറിന്റെ മറുപടി എന്താ? പണ്ട് കാലങ്ങളിൽ ആശുപത്രിയിൽ എത്താതെ തന്നെ വീട്ടിൽ നിന്ന് പ്രസവിച്ചു പോകുന്നുണ്ട്. ദായീസ് നോർത്ത് ഇന്ത്യയിലൊക്കെ ദായീസും ഇവിടെ ആയമാരൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അന്ന് എത്രയോ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്, എത്രയോ കുട്ടികൾ വികലാംഗരായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് ഇക്കാലത്ത് വികലാംഗരൊക്കെ കുറവാണ്. ഓരോ സ്കാനും സമയത്തിന് എടുക്കുന്നതുകൊണ്ട് ഈ കുട്ടീൻ്റെ എല്ലാ സ്റ്റേജും നമ്മൾ അറിയുന്നതുകൊണ്ട് വികലാംഗന്മാർ വളരെ കുറവാണ്. പണ്ടിപ്പോൾ STD ബൂത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് വികലാംഗന്മാരില്ലായിരുന്നല്ലോ. ഇപ്പം അതങ്ങനെ ഇല്ല. അതുകൊണ്ട് അതെല്ലാം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിലുള്ള ഒരു ഇത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് വലിയ ഒരു അപകട സാധ്യത വീട്ടിലെ പ്രസവത്തിനുണ്ട്. ഇതിന് ചിലർ ഈ മതത്തിന്റെ നിറവും മറ്റും പിടിപ്പിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വീട്ടിലെ പ്രസവത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമല്ല. അക്യുപങ്ക്ചർ ചികിത്സകർക്ക് ആരാണ് ഇതിനുള്ള അംഗീകാരം നൽകിയത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.